ഫ്രിഡ്ജിന്റെ ഉള്ളിൽ തൊലി കളഞ്ഞ വെളുത്തുള്ളി വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും. ചോറ് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും. ഇപ്പൊ നിങ്ങൾ കണ്ട എന്റെ ഫ്രിഡ്ജ് കണ്ട നിങ്ങൾ ഇതിൽ നിറച്ചു ഇപ്പൊ ക്യാൻസറാ. ഒരു ഫ്രിഡ്ജ് നിറച്ച് ക്യാൻസർ. നമ്മുടെ വീട്ടിലെ അടുക്കളയിലത്തെ അമ്മയുടെ വെളുത്തുള്ളി പാത്രം എന്ന് വെച്ചാൽ നോക്കിയാ എവിടെ ഇത് നോക്കിയിട്ടില്ല ഇരിക്കണേ. ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കില്ലേ. നമുക്ക് വെളുത്തുള്ളി നോക്കാനൊന്നും നേരില്ലല്ലോ അല്ലെ. അമ്മ അച്ഛനെ കല്യാണം കഴിച്ച് വന്ന അന്ന് മുതലുള്ള വെളുത്തുള്ളിയുടെ പൊറ്റയും ബാക്കി പത്രങ്ങളും ആ പാത്രത്തിൽ കിടക്കുന്നുണ്ടാവും ഇല്ലേ. ഞാൻ വെളുത്തുള്ളിയുടെ ഉള്ളിലില്ലേ ഫംഗസ്. നമ്മുടെ ഇന്ത്യൻ വെളുത്തുള്ളി എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു കുടത്തിൽ 20 അല്ലി ഉണ്ടെച്ചെങ്കിൽ അതിൽ 8 അല്ലിയും ഫംഗസ് പിടിച്ചതാ. അപ്പൊ ആ ഫംഗസ് ക്യാൻസർ വരത്തില്ലേ. ഫ്രിഡ്ജിൽ തന്നെ വെക്കണ. ഇനി ചൈനീസ് വെളുത്തുള്ളി എടുത്തു നോക്കി കഴിഞ്ഞാലാണ് ഒരു 4 ഫംഗസ് കുറവുണ്ടാവുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പീൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണത്? ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. വേസ്റ്റേജ് കുറവാണ്. കേടായതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാണ് ഈ വെളുത്തുള്ളി കിട്ടണേ. ടൈമും ലാഭാണ്. രണ്ടും ശിഷ്ടഫലം ഒന്നാ. ഓരോരുത്തന്മാര് രാവിലെ എന്നിട്ട് ഓരോ വീഡിയോ ഉണ്ടാക്കും. ഇതിന്റെ മുകളിൽ ക്യാൻസർ, ഫോൺ ഉപയോഗിച്ച ക്യാൻസർ, അരി തിന്ന ക്യാൻസർ, അതെല്ലാം വിറ്റ് കാശാക്കിയിട്ട് അത് വിറ്റ് കാശാക്കുന്ന ആള് ഞാൻ ഇല്ലേ. ഇന്ത മാതിരി ആൾ